സയൻസ്, മാത്സ് ക്ലാസ്സുകൾക്ക് വളരെ ഉപകാരപ്രദമായൊരു ടൂളാണ് സിമുലേഷൻസ്. എങ്ങനെയാണ് സിമുലേഷൻ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഫെറ്റ് സിമുലേഷൻസ് എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമുലേഷൻസ് കിട്ടും. ഫെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് സിമുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ട്. അതുപോലെ JavaLab.org എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് സിമുലേഷൻസ് ലഭ്യമാണ്. ഇതിൽ നമ്മൾ സിമുലേഷൻസിൽ ഫിസിക്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സിലുള്ള സിമുലേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫിൽറ്റർ അടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടുള്ള സിമുലേഷനാണ്. ഷോ റിസൾട്ട്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൽ ഉദാഹരണത്തിന് നമ്മൾ ഫാരഡേസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സോളിനോയിഡുമായി ലിങ്ക് ചെയ്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സിമുലേഷൻസിലേക്ക് പോകാൻ പറ്റും. സിമുലേഷൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാഗ്നറ്റ് നമ്മൾ വിരലുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കത്തുന്നുണ്ടല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫീൽഡ് ലൈൻസ് കാണിച്ചു തരും. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതടിച്ചു കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ ചുറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് വ്യത്യാസം ഉണ്ടാകുന്നു. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വിഷ്വൽ എഫക്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. ധാരാളം സിമുലേഷൻസ് ഉണ്ട്, നമുക്ക് ക്ലാസ്സുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്.